നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലെ മെസ്സേജിങ് ആപ്പിനകത്ത് ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡിൻ്റെതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രൊമോഷൻസ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരുപാട് എനിക്ക് ആവശ്യമില്ലാത്തതോ ഞാൻ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെത്, അതുപോലെ തന്നെ ലോട്ടറി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്പുകളുടെ ഒരുപാട് പ്രൊമോഷൻസുകളിലായിട്ടുള്ള മെസ്സേജ് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ സ്പാം ആയിട്ടുള്ള മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ, സ്കാം ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഡാറ്റ ചോർന്നു പോവുക, നമ്മുടെ മൊബൈൽ ഹാക്കാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇത്തരത്തിൽ വരുന്ന പ്രൊമോഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇത്തരം നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളുടേതല്ലാത്ത മെസ്സേജുകൾ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അത് സെറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാകില്ല, മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാണിച്ചു തരുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്പാണ്. നിങ്ങളുടെ ഫോണിനൊക്കെ ഓരോ മെസ്സേജ് ആപ്പുകൾ ഉണ്ടാകും. ഓരോ ആപ്പുകൾക്കും വ്യത്യസ്തമായിരിക്കും ഫീച്ചർ. നിങ്ങൾ ഗൂഗിൾ മെസ്സേജ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആപ്പ്. സാധാരണ എല്ലാ ഫോണിനകത്തും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിനകത്തും ഈ ഗൂഗിൾ മെസ്സേജ് ആപ്പാണ് ഉണ്ടായിരിക്കുക. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ, അതൊക്കെ നമ്മുടെ പേഴ്സണലി മെസ്സേജാണ്. പക്ഷേ നമുക്ക് പ്രൊമോഷൻസ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ലോട്ടറി ആയിട്ട് വന്ന മെസ്സേജൊക്കെ കാണാൻ സാധിക്കും. നമ്മളിത് ചെയ്യേണ്ടത്, നമ്മുടെ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം മെസ്സേജ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജനറൽ എന്നുള്ളതും SIM 1 SIM 2 എന്നും കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന 2 സിം കാർഡ് ഇവിടെ കാണിക്കും. മുകളിൽ ജനറൽ എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാം RCS ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തന്നെ ടേൺ ഓൺ RCS ചാറ്റ്സ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ എനേബിളായി കാണാം. ഇവിടെ എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ ഒരു സിം കാർഡിനകത്ത് വരുന്ന മെസ്സേജ് മാത്രമേ കാണുന്നുള്ളൂ, കാരണം അത് മാത്രമേ ടിക്കായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ മുകളിൽ കാണുന്ന ടേൺ ഓൺ RCS ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ടേൺ ഓഫ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ കൊടുക്കുക. ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ മെസ്സേജും വരില്ല. ഇത് നമുക്ക് ഇത്തരത്തിൽ പ്രൊമോഷൻ മാത്രമല്ല, നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്കാം ആയിട്ടുള്ള തട്ടിപ്പ് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകളൊക്കെ ചോർന്നു പോകും. അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ വരുന്ന അധികവും നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്ക് ഇത്തരത്തിൽ വരുന്ന നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ മുഖാന്തരമാണ്. അപ്പോൾ ഈ മെസ്സേജ് നമുക്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും ഡിലീറ്റായി പോകും. പിന്നെ നമ്മുടെ മെസ്സേജ് ആപ്പ് തുറന്നാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മെസ്സേജുകൾ ഇവിടെ ഉണ്ടാകും. ഇനി പുതിയ മെസ്സേജുകളൊന്നും നമ്മുടെ ഫോണിനകത്തേക്ക് വരില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.